ഹായ് ഓൾ, അസ്സാം വലൈക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഇളനീർ പുഡിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു പുഡിംഗ് ഡെസേർട്ട് എന്ന് പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന തരത്തിലുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസൊക്കെ വരുന്ന സമയത്ത് അതുപോലെ പെരുന്നാളിനൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 2 കപ്പ് തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇളനീരിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടുമല്ലോ. തേങ്ങയുടെ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഇളനീർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്ര പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം കേട്ടോ. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള പുഡിംഗ് ആണ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചൈന ഗ്രാസ് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുതിർന്ന ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവിൽ ചൈന ഗ്രാസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറുതീയിൽ നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ ഒരു മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൈന ഗ്രാസ് കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ക്രീമി പുഡിംഗ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇളനീരിൻ്റെ കാമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് അത് അടിയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെയാണ് ഇളനീർ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ബാക്കി വരുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളനീർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, പഞ്ചസാര ഒറ്റയ്ക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം പാലിൻ്റെ മിക്സ് ഏകദേശം ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കോൺഫ്ലോറിലോട്ട് കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടി പോകരുത് കേട്ടോ, കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ പാലിൻ്റെ മിക്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാതെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പാൽ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാൽ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ് വേറെ ലെവലായില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഴിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളൊരു തവണ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മറ്റുള്ള ഫംഗ്ഷൻസിനൊക്കെ ഇത് തന്നെ റെഡിയാക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചിട്ടൊന്നുമല്ല റെഡിയാക്കിയിട്ടുള്ളത്, നേരിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്